മര്യാദക്ക് അതെനിക്ക് തിരിച്ചു തരുന്ന നല്ലത്. ഞങ്ങളൊന്ന് പിടിക്കേ. വീണേ. എവിടെ വീണെന്നാ? ഞാൻ പറക്കുന്നത് കണ്ടില്ലേ നീ? ഞങ്ങളൊരിക്കൽ കെണിയിൽ നീ വീണെന്നാ പറഞ്ഞത്. ചിറകൊണ്ട് കാലുകൊണ്ട്, എന്നിട്ടും ഞങ്ങൾ നിനക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ ചേട്ടാ, എനിക്കിത് അവിടെ വരെ ഒരു ലിഫ്റ്റ് തരാമോ? ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ഓടുകയാണോ? എടാ ബക്രു, സത്യത്തിൽ ഞാൻ ആലോചിക്കുന്ന അതേ കാര്യം തന്നെയാണോടാ നീയും ആലോചിക്കുന്നത്? ആ അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരാഴ്ച എന്താ 7 ദിവസമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ 1 മാസം 30 ദിവസം ആവുന്നത്? എടാ വണ്ട, ഞാൻ ആലോചിക്കുന്നത് നമ്മൾ മോഷ്ടിക്കേണ്ടതെല്ലാം മോഷ്ടിച്ചു കഴിഞ്ഞു. ഇനി തടിയൻ ഇൻസ്പെക്ടർ പാണ്ഡയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ഓടാൻ നോക്ക്. വേഗം വാടാ ഇക്രു, നമുക്ക് വേഗം പോയാ ബ്രേസ്ലെറ്റ് എടുത്തോണ്ട് വരാം. മര്യാദക്ക് അത് തിരിച്ചു തരാനാ പറഞ്ഞത്. ഇനി ഞാൻ ഏതായാലും എന്റെ സ്പീഡ് കൂട്ടിയേ മതിയാവൂ. സംശയമുണ്ടോ? ചേട്ടന്റെ പേര് രാജേഷ് എന്നാണോ? അല്ലല്ലോ. എങ്കിൽ വേഗം കത്തിച്ചു വിട്ടോ, താങ്കളുടെ കൂട്ടുകാരൻ അപകടത്തിലാണ്. അയ്യോ, പക്ഷെ എനിക്ക് വാവ്, വളരെ മനോഹരമായ ബെൽറ്റ് ആണല്ലോ. എടാ, അത് ബെൽറ്റ് അല്ല, ബ്രേസ്ലെറ്റ് ആണ്. സംശയമുണ്ടോ? അത് പിന്നെ ഞാൻ നിന്നെ ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞത്. നിന്നെ വെച്ച് നോക്കുമ്പോ ഒരു ബെൽറ്റ് തന്നെ ആയിരിക്കില്ലേ? എനിക്ക് തോന്നുന്നത് ഈ ബ്രേസ്ലെറ്റ് മഞ്ഞളി വീണാണെന്നാ. അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. അത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റാ. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് പോയെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ അറിയാതെ വഴി വീണതായിരിക്കും. ഇത് നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡയെ ഏൽപ്പിക്കാം. ആ അത് തന്നെയാണ് നല്ലത്. എന്ത് പറ്റി ഹണി? കുത്തുകൊണ്ടോ നിനക്ക്? ഇപ്പൊ മനസ്സിലായി. ഈ ചുവപ്പ് നിറം കണ്ടിട്ടാണ് കാള നമ്മുടെ പുറകെ കൂടിയത്. ഇതങ്ങ് വലിച്ചെറിയാം. ഇന്നത്തെ ദിവസം പോക്കാണെന്ന് തോന്നുന്നു. കടലിൽ പോയിട്ട് ഒരു പഴം പോലും കയ്യിൽ നിൽക്കുന്നില്ല.
എടാ ബക്രു, ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണോടാ നീ ഇപ്പൊ ആലോചിക്കുന്നത്? അതെ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്, കൊണ്ടിട്ടുമുണ്ട്. ഇത്രയും വെള്ളം ആകാശത്ത് നിന്ന് ആരാ ഒഴിക്കുന്നത്? അയ്യോ എടാ, ഞാൻ അതൊന്നും അല്ലടാ ആലോചിച്ചത്. എടാ, നമുക്ക് അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായെന്നുള്ള കാര്യമാണെടാ ഞാനിപ്പോ ആലോചിച്ചത്. എത്ര മനോഹരമായി പോവാണ്. പെട്ടെന്ന് ആരോ എന്റെ മുകളിലുള്ളതായിട്ട് എനിക്ക് തോന്നി. ഉണ്ടല്ലോ, നിന്റെ മണ്ടത്തരം കണ്ടുകൊണ്ട് ദൈവം മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. യുവമാരെ 4 പേരെ നമുക്ക് ഈ ചാക്കിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ച ആ ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റാം. എന്തായാലും ഈ ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് നന്നായി, അല്ലെങ്കിൽ ഇത് കളവ് പോയേനെ. അങ്ങനെ ഏതെങ്കിലും കള്ളം ഈ ബ്രേസ്ലെറ്റ് മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ ഹണിയുടെ കൈയിന്റെ ചൂടറിഞ്ഞേനെ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അവന്മാർ ഞാൻ പൊക്കിയെടുത്തിട്ട് തറയിലെടുത്ത് ഇട്ട് ഇങ്ങനെ ചമ്മന്തിയാക്കിയേനെ. ഞാൻ അവന്മാരെ കൈ കൊണ്ടുപോലും തൊടില്ല. എന്റെ അമ്മച്ചി, മഹാഭാഗ്യം. പകരം ഞാൻ എന്റെ ചുണ്ടുകൊണ്ട് അവന്മാരെ കൊത്തി കീറിയനെ. ഞാനാണെങ്കിൽ ഒറ്റത്തട്ടിന് അവന്മാരുടെ അടപ്പിളക്കി എടുത്തേനെ. ഇനി അടിക്കല്ലേ. നമ്മുടെ തല്ലി കൊണ്ടിട്ട് ദേ ചാക്ക് വരെ കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ, ഇത് ചാക്കല്ല, ഞങ്ങളാ. നോക്ക്. നിങ്ങളുടെ കയ്യിൽ ബൈക്കൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഹെൽമെറ്റ് തലയിൽ വെച്ചിരിക്കുന്നേ? അയ്യോ, ഇത് ഹെൽമറ്റ് ഒന്നും അല്ല, നിങ്ങളുടെ 4 പേരുടെ ഇടിയും തൊഴിയും കൊണ്ട് മുഴച്ചു വന്നതാ. അതെ, ഞങ്ങളുടെ ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയി. ഞങ്ങൾ അത് ഈ ചാക്കിനകത്ത് തിരയുകയായിരുന്നു. അതെയോ? അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലേ? ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. വിഷമിക്കണ്ട, നിങ്ങളുടെ കളഞ്ഞുപോയ സാധനം വീണ്ടെടുക്കാൻ അയാൾ നിങ്ങളെ സഹായിക്കും. ആണോ? എന്നാ ഞങ്ങളെ വേഗം ആ മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിക്കൂ പ്ലീസ്. കാമുകന്മാർ കിന്നരിക്കാൻ വരുന്നു പാർക്കിൽ. എല്ലാവരും സ്ട്രെസ് കുറയ്ക്കാൻ വരും ബീച്ചിൽ. അടികൈ. സണ്ണി, കവിത ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അടിപൊളി എന്നാ പറയേണ്ടത്, ആ എന്നല്ല. എടാ, എന്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കന്ന സാർ ചൊല്ലുന്ന കവിതകളിൽ വേദനയില്ലെങ്കിൽ എന്താ, നിന്റെ കാലിലെങ്കിലും വേദനയുണ്ടല്ലോ. ഞാൻ കാല് വേദനയോട് പൊളയുമ്പോ നീ അവിടെ കിടന്ന് ചിരിക്കുകയാണോ? ഓ, നിങ്ങൾ ഈ വഴക്കൊന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വഴക്കിന് പോയില്ല കിറ്റി. ആ പറഞ്ഞത് ശരിയാ. സത്യത്തിൽ ഏറ്റുമുട്ടേണ്ടത് വീരന്മാർ തമ്മിലാ. അങ്ങനെ നോക്കുമ്പോ ഈ സണ്ണി എനിക്കൊരു എതിരാളിയേ അല്ല. ഈ സണ്ണി എവിടെ കിടക്കുന്നു, ഈ ഞാൻ എവിടെ നിൽക്കുന്നു? ഞങ്ങൾക്കൊരു സംശയമല്ല പോപ്പട്ടെ. കുട്ടികളെ, ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണം. ഇനിയെങ്കിലും നിങ്ങൾ വഴക്ക് കൂടുന്നത് നിർത്തണം. നമ്മൾ ഒരുമിച്ച് ക്യാമ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യണം. എല്ലാവരും വരൂ, നമുക്കൊരു അഡ്വഞ്ചറസ് ഗെയിം കളിച്ചാലോ? കേൾക്കൂ കുട്ടികളെ, ഗെയിം കൂടുതൽ രസകരമാക്കാൻ വേണ്ടി ഞാൻ ഈ ബോൾ വെള്ളത്തിലേക്ക് ഇടുകയാണ്. എത്ര നല്ല ഐഡിയ ആണ് മാഡം. നന്നായിട്ട് ആടി ഉലയുന്ന തിരയാണ്. അതിനു മുകളിൽ പാറി പറക്കും നമ്മൾ. അതോടൊപ്പം നമ്മളുടെ കൂടെ തെന്നി കളിക്കുന്ന ബോൾ. സംശയമുണ്ടോ?
നോക്കാലോ വെള്ളത്തിന്റെ മുകളിൽ ആര് ക്യാച്ച് എടുക്കുമെന്ന്. എടാ ഈ ഗെയിം ഞാൻ 10 വരെ എണ്ണ മുമ്പ് ജയിച്ചു കാണിക്കാം. ഈ 10 വരെ എണ്ണുന്നതിന് മുമ്പ് ജയിച്ചാ ഞങ്ങൾ ഈ കളി 10, 20, 30, 40, 50 അങ്ങനെ 100 എണ്ണുന്നതിന് മുമ്പ് ജയിക്കും. സണ്ണി ദാ ക്യാച്ച്. ആ, ആ, ഓ, ഓ, അയ്യോ എന്നും ചെയ്യലേ ഞാൻ പറഞ്ഞേക്ക് എന്നെ വിട്ടേക്ക്. അയ്യോ അത് രക്ഷിക്കണേ രക്ഷിക്കേ. ബണി ക്യാച്ച്. സണ്ണി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നൈസ് ഷോട്ട് കിറ്റി. താങ്ക് യു കിറ്റി, താങ്ക് യു വെരി മച്ച്. ഇനി ബീച്ചിൽ നിന്നും ആ ബോൾ ആരാ തിരിച്ചു കൊണ്ടുപോകുന്നെന്ന് നമുക്ക് നോക്കാം. എടാ എന്നെക്കാളും വലിയ ബുദ്ധിമാൻ വേറെ ആരും തന്നെ ഇല്ല, മനസ്സിലായോ? പോപ്പട്ട് നീ എന്താ ഇതുവരെ സൂട്ട് ഇടാത്തത്? ഞാൻ പോപ്പട്ടാണ്. എനിക്ക് ഈ സ്യൂട്ടിന്റെ ഒന്നും ഒരാവശ്യമില്ല. സംശയമുണ്ടോ? ഇത് 8000 അടി മുകളിലാണ്. അമ്മച്ചേ, അയ്യോ. അയ്യോ 2-3 സ്യൂട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിലേ അതും കൂടി എനിക്കിങ് എടുത്ത് തന്നേക്ക്. ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് എന്റെ ചിറ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. പാരച്ചൂട്ട് ഇപ്പൊ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ, എല്ലാവരും എന്റെ കൈ പിടിക്കുക, എന്നിട്ട് സണ്ണിയിൽ നിന്ന് ലിഫ്റ്റ് അടിക്കാം. എല്ലാവരും ബാഗ് അടിക്കുക കൂട്ടുകാരെ. അയ്യോ എന്റെ പറ്റി. കയറെല്ലാം കടിച്ചു മുറിക്കുക. നോക്ക്, നമ്മുടെ ബാങ്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഉടൻ പോയി മേഡത്തിന്റെ കാശ് എടുത്തോണ്ട് വരാം. സംശയമുണ്ടോ? അല്ല ഇതെന്താണ്? ഇവിടെയുമുണ്ട് പെൺ, അവിടെയുമുണ്ട് പെൺ. ഇവിടെ എല്ലാവരും പെണ്ണാണ് ഉപയോഗിക്കുന്നത്. ഞാനും എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. സർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അടുത്ത കൗണ്ടറിലേക്ക് പോകൂ, ഞാൻ അല്പം ബിസിയാണ്.
ഇതെന്താ മൈൽപീലി? ഹേയ് വാട്ട് ഹാപ്പൻഡ്? ഒരു പെന്നൊന്ന് തരുവോ? ആ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇത്രയും പെയിൻ മതിയോ അതോ ഇനിയും വേണോ? കവിത ചൊല്ലുന്ന ആളാണെന്നാ തോന്നുന്നേ. അതുകൊണ്ടായിരിക്കും ഒരുപാട് പെയിൻ ചോദിക്കുന്നത്. എന്റെ ചേട്ടാ, ഞാൻ ചോദിച്ചത് പെയിൻ അല്ല, എഴുതുന്ന പെന്നാണ്. രാവിലെ കണി കണ്ടത് ശരിയല്ലെന്ന്. മാഡം, എന്റെ അമ്മേ, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. വലിയ പണിയൊന്നും എടുത്തിട്ടില്ലോ, പിന്നെ എന്താണ് ഇത്ര ക്ഷീണം? ഒരു പണിയും ചെയ്യാത്തോണ്ടായിരിക്കും എനിക്കിപ്പോ വല്ലാത്ത ക്ഷീണം. അല്ല, എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഉടൻ തന്നെ കാശെടുക്കണം. ഇതൊക്കെയാണ് വലിയ കാര്യം. 5-10 രൂപയ്ക്ക് വേണ്ടിട്ട് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ പിള്ളേരെ? മേഡം, ഞങ്ങളുടെ കാശല്ല, ഞങ്ങളുടെ മേഡത്തിന്റെ കാശ് എടുക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കാര്യം തെളിച്ച് പറയ്. ലീഫ് എടുത്ത് അതിലെഴുതി സൈൻ ചെയ്തേക്ക്, എന്നിട്ട് കാശെടുക്ക്. എന്നാ സ്ലിപ്പ് തരൂ. ദേ ഇപ്പൊ തരാം, പക്ഷെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുവാണ്. ഇത് കൊള്ളാലോ, നല്ല ബാങ്ക് ആണല്ലോ ഇത്. ഞാൻ അറിയാതെ തന്നെ ഞാൻ പുതിയ ഷർട്ട് ഇട്ടിരിക്കുകയാണല്ലോ. ഈ പേനയ്ക്ക് തന്നേക്ക്. ഇതെന്റെ പേനയാ, ഞാൻ തരില്ല. എന്താ ഇത്? ലെവൽ 1 വീണ്ടും കളി തുടങ്ങണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ വീണ്ടും എൻട്രീസ് തുടങ്ങണമെന്നാണ്. പേന കൊണ്ടല്ല, തൂമാല കൊണ്ടാണ് എഴുതേണ്ടത്. ഇത് പഴയ കാലത്തെ ഉള്ളതാണ്. തൂമാല കൊണ്ട് എഴുതൂ. എന്റെ കുഞ്ഞെ, പേന വന്നതിന് ശേഷം മയിൽപീലികൾ ആരും ഉപയോഗിക്കാതായിരിക്കുകയാണ്. മയിൽപീലി കൊണ്ട് എഴുതുന്നത് എത്ര സുഖകരമാണെന്ന് അറിയാമോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ മുത്തശ്ശി പറയുമായിരുന്നു, പോ ഇവിടുന്ന്. അല്ല, ഇതെന്ത് ഇമോഷനാണ്? വെറുപ്പിന്റെ ഇമോഷനാണിത്. നിങ്ങൾ മയിൽപീലി ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഹർട്ടായിരിക്കുകയാണ്. കുഞ്ഞ്, ഹർട്ടെന്ന് വെച്ചാൽ ദുഃഖമാണ്. ദുഃഖമെന്നാൽ ജീവിതമാണ്. ജീവിതമെന്നാൽ ബർത്ത്ഡേ ഉണ്ട്. ബർത്ത്ഡേ വന്നാൽ തീർച്ചയായും പാർട്ടി നടത്തും. പാർട്ടി കഴിഞ്ഞാൽ എല്ലാരും വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങും. സംശയമുണ്ടോ? എന്റെ കുഞ്ഞെ, നമ്മളിതാ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മയിൽപീലി വെച്ച് എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ എഴുതിയിട്ടുണ്ട്. ഇത്രയും മുത്തശ്ശന്മാരോ? അതെ, അവരൊരുപാട് പേരുണ്ടല്ലോ. അതിലൊരാളുടെ പേര് പർവീന്ദർ എന്നാണ്. ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചത്. അതിന്റെ പേപ്പർ വർക്ക് മുഴുവൻ എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശനാണ് ഷാജഹാൻ എഴുതി കൊടുത്തത്. മയിൽപീലി കൊണ്ട് എഴുതി എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ അക്ബർ ചക്രവർത്തി വരെ തടഞ്ഞിട്ടുണ്ട്. അക്ബർ നിങ്ങൾ നിർത്തിയെന്നോ? അദ്ദേഹം എഴുതിയത് ദയവായി മുന്നോട്ട് വരരുതെന്നാ. മുന്നിൽ കുഴിയുണ്ട്. അദ്ദേഹം നിന്നു. എന്റെ കുഞ്ഞെ, കുഴി എന്നാൽ ആഴമാണ്. ആഴമുള്ള കുഴിയിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ താഴേക്ക് പോകും. അവർ താഴേക്ക് പോയാൽ പാർട്ടി തീർച്ചയായിട്ടും നടക്കുമല്ലോ. അടിപൊളി. തോരൻ വെക്കാൻ എടുക്കും മുട്ടക്കോസ്. അങ്ങേക്ക് ഞാൻ പറയുന്നു താങ്ക് യു ബോസ്. ആ മയിലെവിടെ പോയി? ആ മയിലെവിടെ പോയി? എവിടെ പോയി? എന്തു പറ്റി കന്നാ സാറേ? എടാ പിള്ളേരെ, ഒട്ടിക്കണമെങ്കിൽ വേണം ഗം സൊല്യൂഷൻ. എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഇന്ന് പ്രൊമോഷൻ. അടികൈ. സാറേ, ഇതാ സീറ്റ്സ് കഴിക്കൂ. പ്രൊമോഷൻ കിട്ടിയിരിക്കുവല്ലേ? പക്ഷെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ. അത് അങ്ങേക്കല്ലെന്നേ, എന്റെ പ്രൊമോഷൻ കിട്ടിയെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ വല്ലാത്ത സന്തോഷത്തിലാ. കഴിക്കേ. എന്റെ പിള്ളേരെ, കാറില്ലാതെ ഞാൻ ഇന്നലെ വീട് വരെ നടന്നു പോയി. എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയി. ഇതെല്ലാം ആ മയിലിന്റെ പണി തന്നെയാ. എന്റെ മയിലേട്ടാ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. പേന കൊണ്ട് ആകുന്ന കാര്യങ്ങളൊക്കെ പീലി വെച്ച് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. പേനയാണ് വളരെ ഈസി. മയിൽപീലിയെ ഒരിക്കലും ചെറുതായിട്ട് കരുതരുത്. ഇത് വെച്ച് പല ആൾക്കാരുടെയും വായ തുറന്നിട്ടുണ്ട്. വായ എങ്ങനെയാ തുറന്നത്? വല്ലാതെ ക്ഷീണിച്ചു പോ എന്റെ ചേട്ടാ. നിങ്ങൾ കണ്ടോ ഇവരുടെ വായ എങ്ങനെയാ തുറന്നതെന്ന്? ഞാനിപ്പതാ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മയിൽപീലിയെ കുറിച്ച്. ഇവന് മനസ്സിലാക്കി കൊടുക്കാൻ വേറെ വഴിയാ ഉള്ളത്. മത്സരം. എന്നാ നമുക്ക് തുടങ്ങാം മത്സരം. നിങ്ങൾ മയിൽപീലി കൊണ്ട് ബുക്ക് എഴുത, ഞങ്ങൾ പേന കൊണ്ട് ബുക്ക് എഴുതാം. എന്നിട്ട് നോക്കാം ആരാണ് ആദ്യം എഴുതിത്തീരുന്നതെന്ന്. നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്ക്. നിങ്ങളെ 4 പേരെയും തോൽപ്പിക്കാനായിട്ട്
ഞാൻ തന്നെ ധാരാളമാണ്. എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും കൂട്ടിവെച്ചാലാകും അറ്റൻഷൻ. ഈ മയില് കാരണം നശിച്ചു എന്റെ പ്രൊമോഷൻ. വെറുതെ കിടന്ന് ചെലക്കല്ലേ എന്റെ ഖന്ന സാറേ. പോയത് എന്റെ പ്രൊമോഷൻ ആണല്ലോ. എന്തായാലും കോമ്പറ്റീഷൻ തുടങ്ങിയേക്ക്. ഒരു കാട്ടിലുണ്ടായിരുന്നു ഒരു തത്തമ്മ. അവൻ കോഴിയെ തല്ലി കിയോ കിയോ, പുലിയെ തല്ലി പിയോ പിയോ, കാക്കകളെ ഓടിച്ചു കാ കാ. ഈ ബുക്കിന്റെ പേരാണ് ഭാഭോ. പോപ്പട്ടാണ് ഇതിന്റെ രചയിതാവ്. കൂട്ടുകാരെ, കുറെ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ കാറിൽ കറങ്ങുന്നത്. നീ പറഞ്ഞത് ശരിയാ സുഹൃത്താറെ. എന്റെ വയറിനെ പൂജിക്കാനുള്ള സമയമായി. സംശയമുണ്ടോ? നല്ല രസമുണ്ട്. അതിനനുസരിച്ച് ഉറക്കവും വരുന്നുണ്ട്. കുറച്ചു നേരം ഇനിയും കിടന്ന് ഉറങ്ങാം. നൂഡിൽസ് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. പക്ഷെ നീ അത് സാൻഡ്വിച്ച് ആക്കി കളഞ്ഞല്ലോടാ ബണ്ണി. ബണി, സീറ്റ് മുകളിലേക്ക് പൊക്ക്. സോറി പോപ്പട്ടെ. അയ്യോ ഇതെന്തുവാ? ഒരു കുഴപ്പമില്ല. എനിക്ക് എല്ലാ സ്റ്റൈലും നന്നായിട്ട് ചേരും. സംശയമുണ്ടോ? ഈ കൺപീലിയുടെ ഭംഗിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതിന് അതൊരുപാടുള്ളതല്ലേ. അതിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ളത് കടപ്പാടോ കഷ്ടപ്പാടോ? മാറി നിൽക്ക്, എന്റെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എത്രയും വേഗം റോഡിൽ ആണിയിട്. വേഗം വേഗമാകട്ടെ. ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്. നോക്ക് വടി, നിന്റെ ഫേവറേറ്റ് വടി എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല നിനക്കും അറിയാം ആരുടെ കയ്യിലാണ് വടി, അവരുടെയാണ് പശു. അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. വിഷുവാണോ? അതേ പടക്കം പഠിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഏതോ പടക്കത്തിന്റെ അല്ല, കാറ് പഞ്ചറായതിന്റെ ശബ്ദമാണ് ഹണി. ഈ പശു എന്തിനാ റോഡിൽ കൊണ്ട് ആണിയിട്ടത്? എന്റെ ഈ കൺപീലികൾക്ക് ആരാധകർ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായ ഈ ബുദ്ധിമുട്ട് എന്റെ മനസ്സിൽ ഒരു മുള്ളു പോലെ തറച്ചിരിക്കുകയാണ്. ഈ പാവ പശുപതിയുടെ കയ്യബദ്ധം കൊണ്ട് ആണിയുടെ പാക്കറ്റ് താഴെ വീണുപോയി. ഈ പശു എന്തായാലും നമ്മുടെ ഖന്നാസാറിനേക്കാൾ നന്നായിട്ട് കവിത പറയുന്നുണ്ട്. അതെന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ ഈ പല്ല് പോയ പാട്ടവണ്ടി ഞാൻ കാരണം വീണ്ടും കേടായല്ലോ. ഇവര് മാപ്പ് ചോദിക്കുകയാണോ അതോ നമ്മുടെ വണ്ടിയെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പരിഹസിച്ചത് തന്നെയാ. ഈ ഇരുമ്പ് വണ്ടിയുടെ ഓരോ കഷ്ണത്തിലും തുരുമ്പിന്റെ അംശമുണ്ട്. പിടിച്ചോ മിഠായി. അല്ല, ഇതെന്തിനാ മുട്ടായി? ഇടയ്ക്കിടയ്ക്ക് കൈനീട്ടുന്ന കണ്ടപ്പോ ഞാൻ കരുതി നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കൈനീട്ടുന്നതാണെന്ന്. അയ്യോ ഇനി പഞ്ചർ എവിടെ പോയി ഒട്ടിക്കാനാ? നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് പഞ്ചറൊട്ടിക്കുന്ന പണിയാണ്. ഞാൻ എല്ലാ വണ്ടികളുടെയും പഞ്ചറൊട്ടിക്കാറുണ്ട്. എന്റെ പേരാണ് ചേതക്. ഞാൻ 6 മണി വരെ പണി ചെയ്യാറുള്ളൂ. എന്തായാലും നമ്മുടെ വണ്ടി 6 മണിക്ക് മുമ്പ് കേടായത് നന്നായി. ഇയാൾ എന്തായാലും 6 മണി വരെ അല്ലേ വർക്ക് ചെയ്യാറുള്ളൂ.
ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? വാ, ഇയാളുടെ ഗ്യാരേജിൽ പോയി നമുക്ക് പഞ്ചർ ഒട്ടിക്കാം. വല്യളിയാ ബ്രേക്ക് ചെയ്യൂട്ടാ. എന്റെ കൂട്ടുകാരെ, ഇത് അതേ പശു തന്നെയല്ലേ? നിനക്ക് നാണമില്ലേ? ഒരു പശുവായിട്ട് പോലും കുറുക്കനെ പോലാണല്ലോ പെരുമാറുന്നത്. കൂട്ടുകാരെ, ഇവളെ പിടിച്ചു കെട്ടി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. ഞാൻ എന്റെ മുതലാളി പറയുന്ന അനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടാൻ ഒരു താല്പര്യവും ഇല്ല. എന്ന് വെച്ചാ? കാരണം എന്റെ ഫേവറേറ്റ് വടി അയാളുടെ കയ്യിലാ ഇരിക്കുന്നത്. അതുകൊണ്ട് അയാൾ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരുന്നു. ആ വടി അയാളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അയാൾ പറയുന്നതെല്ലാം അനുസരിക്കണമെന്നുണ്ടോ നീ? കാരണം ഞാൻ കാരണവന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്. ആരുടെയാണോ വടി അവരുടെയാണ് പശു. കാരണവന്മാര് പറഞ്ഞു തന്ന പഴഞ്ചൊല്ല് ഇപ്പൊ ആരാണ് കേൾക്കുന്നത്? ഓ, എനിക്ക് ആ ഗ്രീസിന്റെ മണം കിട്ടുന്നുണ്ട്. ആ മുതലാളി ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ആ പാവം പശുവിന്റെ വടി ഇങ്ങി തന്നേക്ക്. ഇപ്പൊ തന്നെ തന്നേക്കാം. എന്റെ പേരാണ് ചേതക്. എല്ലാവർക്കും ഞാൻ തരും പണി. എങ്കിൽ എന്റെ പേരാണ് ഹണി. പിന്നെ പിന്നെ ബാക്കി എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ബാക്കി നിങ്ങൾ ആലോചിച്ചെടുത്തോ വേണമെങ്കിൽ. ആ. വാവ് കൊച്ചലിയ, വൺസ് മോർ. ഇവിടെ കൺസെർട്ട് ഒന്നുമല്ല നടക്കുന്നത്. വൺസ് മോർ എന്നൊക്കെ പറയാൻ. അയാളുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങിക്കാൻ നോക്കും. ലക്ഷ്മി, സീത, സരള, ലതികെ, എല്ലാവരും വേഗം അകത്തേക്ക് വരൂ. രക്ഷപ്പെടാൻ എന്താ പെൺകുട്ടികളെ കൂട്ടുവിളിക്കുകയാണോ? അടിക്കവന്മാരെ. ഈ പിങ്കി ഷീലൊക്കെ പഞ്ചറായി പോയല്ലോ. ദേ കുമ്പളകളൊക്കെ വരുന്നുണ്ട്. സരളെ, കം ഹിയറിന് മലയാളത്തിൽ എന്താ പറയുക? ഇനി അങ്ങോട്ട് പോ.
വെൽക്കം ടു ലക്കി ഡ്രോ. അതുകൊണ്ട് ഒരിക്കലും സംഭവിക്കില്ല ഡ്രോ. ആരെങ്കിലും ഒരാൾ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കും വിജയിക്കുക. അവർക്ക് ലഭിക്കുന്നു ഡ്രീം ഡേ വിജയിക്കാനുള്ള അവസരം. ഡ്രീം ഡേയുടെ അടിസ്ഥാനത്തിൽ വിന്നറിന് ഞങ്ങളുടെ വക ഈ ഡ്രീം ഡേയുടെ സ്പെഷ്യൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഇവിടെയുള്ള എന്തും ഫ്രീ ആയിട്ട് വാങ്ങി കഴിക്കാവുന്നതാണ്. പിന്നീട് വിന്നറിന് ഞങ്ങളുടെ ഈ സൂപ്പർ കാർ ഓടിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതിനുശേഷം രാത്രിയിൽ ഞങ്ങളുടെ പൂൾ പാർട്ടിയിൽ എൻജോയ് ചെയ്യാവുന്നതുമാണ്. 24 എന്ന് പറയുന്നത് എന്റെ ലക്കി നമ്പറാണ്. ഞാൻ 24 മണിക്കൂർ ഉറങ്ങാറുണ്ട്. എന്റെ അക്കൗണ്ടിൽ 24 രൂപയാണ് ഉള്ളത്. സോർദാർ വീട്ടിൽ വെച്ച് വീട് വൃത്തിയാക്കാൻ പറയുമ്പോ ഞാനൊരു 24 പ്രാവശ്യം ആലോചിച്ചിട്ട് പറ്റില്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ നോക്കിക്കോ, എന്റെ നമ്പർ 99 തന്നെ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഞാൻ അന്നും ഇന്നും എന്നും വളരെ ഭാഗ്യശാലിയാണ്. എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ടോപ്പർ വൈഫൈയുടെ പാസ്വേഡ് ട്രാക്ക് ചെയ്ത് അപ്പൊ തന്നെ ആ വൈഫൈ എനിക്ക് കണക്ട് ആവുകയും ചെയ്യും. And the winner is number 99. ഇത് എന്റെ നമ്പറാണ് 99. ഞാൻ ജയിച്ചു. അതെന്താ കിറ്റി ആഹാരം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ടെടുക്കുന്നത് തെറ്റാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇന്ന് കിറ്റിയുടെ ഡ്രീം ഡേ ആണ്. മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് ചിലപ്പോൾ അവളുടെ ഡ്രീം ആയിരിക്കും. ശരി ആശാനേ. ആശാനോ? എന്തോന്ന്? ഇവളിത് ഏത് സ്ലാങ്ങിലാ ഇപ്പൊ സംസാരിക്കുന്നത്? ഡ്രീം ഡേ അങ്ങനെ സംസാരിക്കുന്നത് അവളുടെ ഡ്രീം ആയിരിക്കുമെന്നേ. ഡ്രീം എടാ, ഇവളുടെ ഡ്രീം കാരണം ഞാൻ എന്റെ കയ്യിൽ കടിച്ചു. അതിനിപ്പോ ആര് സമാധാനം പറയും? നീ അതിങ്ങതാ, ഞാൻ ചെക്ക് ചെയ്യാം. വല്ല മായം ചേർത്തിട്ടുണ്ടോന്ന് അറിയാലോ. ഓ ഇല്ല, ഇതിൽ മായൊന്നും ചേർത്തിട്ടില്ല. എന്നാ പിടിച്ചോ. ഇനി ഞാൻ അടുത്തതായി സൂപ്പർ കാറിന്റെ റൈഡിന് പോവാട്ടോ. റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ കാർ കിട്ടില്ല. ആദ്യം കാർ എടുത്തിട്ടാണ് റോഡിലോട്ട് പോവാൻ. എടാ, ഞാൻ റൈഡ് എന്നാ പറഞ്ഞ റൈഡ്. എടാ, ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ എന്ത് പറയാനാ, എനിക്ക് എന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഡ്രീം ഡ്രീം കിറ്റിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഡ്രീമിൽ പോലും പ്രതീക്ഷിച്ചില്ല. സംശയം ഈ കാറിൽ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇമ്പോർട്ടഡ് കാറാണ്. ഇതിന്റെ സ്റ്റിയറിംഗ് ലെഫ്റ്റിലാണുള്ളത്. റൈറ്റ് അല്ലടേ, ലെഫ്റ്റ്. ഞാൻ നീ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ മറുപടി പറഞ്ഞതാണ്. റൈറ്റ്, യു ആർ റൈറ്റ്. എന്നാ വാങ്ങിട്ട് പോവാം നമുക്ക്. അല്ല, ഞങ്ങള് ഹണി ബണി പോപ്പാട്ട് പിന്നെ സോർദാർ ആണ്. അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? കിറ്റിയുടെ വേഷത്തിൽ കാർ ഓടിക്കാൻ നല്ല രസമുണ്ട്. അടിപൊളി. മുൻപിൽ റെഡ് സിഗ്നലുണ്ട്. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം. റൂൾസ് എല്ലാം മാറ്റാൻ തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എല്ലൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അതായിരിക്കും പോലീസ് പറയാൻ പോകുന്നത്. അയ്യോ, ഇത് കറുത്തയല്ലേ? കാർ ഓടിച്ച് എന്റെ പുറത്ത് വെള്ളമാക്കി. സോപ്പില്ലാതെ തന്നെ ഞാനിപ്പോ കുളിച്ചു. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. വണ്ടി ഓടിച്ചത് കിറ്റിയാണ്. കിറ്റി, നിന്റെ കൂട്ടുകാരെ സഹായിക്കുന്ന കാര്യത്തിൽ നീ ഒരു വീഴ്ചയും വരുത്താറില്ലല്ലോ. നീ പിന്നെന്താ കറുത്തയ്ക്ക് ലിഫ്റ്റ് കൊടുക്കായിരുന്നേ? ആകെ നനഞ്ഞു. അതെന്തായാലും നന്നായില്ലേ. വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ വിലപ്പെട്ടതാ. അവനെ ഞാൻ ഫ്രീ ആയിട്ട് കുളിപ്പിച്ചില്ലേ. കിറ്റി സൂക്ഷിച്ച്. അയ്യോ, അവളിതെങ്ങനെ ഇവിടെ എത്തിയത്? എന്റെ പിള്ളേരെ, കുങ്ഫുയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് സി സി സു സു. എന്റെ കണ്ണിൽ കാണുന്നുണ്ട് കിറ്റിയെ. അതും 2 2 2 അടികൈ. അല്ല, ഇതില് നമ്മുടെ കിറ്റി ഏതാണ്?
ഞാനാണ് കിറ്റി. ഞാനാ കിറ്റി. ഞാനാണ് കിറ്റി. അല്ല ഞാനാ കിറ്റി. നീയാണോ കിറ്റി? നീയാണോ കിറ്റി? ഞാൻ പറയുന്നത് ഈ ഞാൻ തന്നെയാണ് കിറ്റി. എനിക്ക് തോന്നുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാണെന്നാണ്. അല്ല നിനക്കെങ്ങനെ അറിയാം ഇതാണ് ഒറിജിനൽ കിറ്റി എന്ന്? കൂട്ടുകാരെ, ഇങ്ങനെയാണെങ്കിൽ കിറ്റിയെ തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കണം ഒറിജിനൽ കിറ്റി ആരാണെന്ന്. കിറ്റിയുടെ ഫേവറേറ്റ് ഡ്രസ് ആരാണ് എടുത്തോണ്ട് വരുന്നത്? അവരായിരിക്കും യഥാർത്ഥ കിറ്റി. കിട്ടിപ്പോയി എന്റെ ഫേവറേറ്റ് ഡ്രസ്. ഞാൻ കൊണ്ടുവന്ന എന്റെ ഫേവറേറ്റ് ഡ്രസ്. വീട്ടിന്റെ അടുത്ത് പടർന്നു വരുന്നുണ്ട് നല്ല ഒന്നാം തരം മുല്ല. ഡ്രസ്സാണ് കാണിക്കേണ്ടത്, അല്ലാണ്ട് ഡ്രസ്സിന്റെ പെട്ടിയല്ല. ഇതാണ് എന്റെ ഫേവറേറ്റ് ഡ്രസ്. ഇവൾ ചതിക്കുകയാണ്. ഹണി ബണി, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. കന്നാസാന്റെ വലിയച്ഛൻ ഈ റേഡിയോ ശരിയാക്കി തന്നത് വളരെ നന്നായി. നേരത്തെ റേഡിയോ ഓൺ ആക്കുമ്പോ ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. ആ അതെ, അത് ഓൺ ചെയ്യുമ്പോ റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമല്ല, അലക്കുന്ന ശബ്ദമായിരുന്നു കേട്ടോണ്ടിരുന്നത്. സംശയമുണ്ടോ? ഈ റേഡിയോ ആർജേഴ്സിനൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം ഒരു ആർജെ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ കാണാമെന്ന്. അത് കേട്ട് ഞാൻ പാർക്കിൽ പോയായിരുന്നു. പക്ഷെ ആർജെ എന്നെ കാണാൻ വന്നതേ ഇല്ല. അവൻ പെരും കള്ളനാ. ഇങ്ങനെയുള്ള ആർജകളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല കൊച്ചളിയാ. നമസ്കാരം സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരു രഹസ്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടോ? ആ അറിയണം. എങ്കിൽ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ തന്നെ നിൽക്കൂ. വണ്ടി നിർത്ത്. അടുത്തുള്ളവരെ വേഗം തന്നെ അകറ്റി നിർത്തിക്കോളൂ. റേഡിയോ വേഗം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഇനി നിങ്ങൾ പറയാൻ വന്ന രഹസ്യം കൂടി പറയേ. രഹസ്യക്ക് ഇപ്പോൾ 5 വയസ്സായിരിക്കുന്നു. എന്താ? രഹസ്യ എന്റെ ചേച്ചിയുടെ മകളാണ്. അവൾക്കിപ്പോ 5 വയസ്സായി. ആ കൊടുക്കാറ്റിൽ നിങ്ങളെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്നത് പോലെ കറക്കി കറക്കിയെടുത്ത് ചുഴറ്റിയെടുത്ത് തറയിലടിക്കും. ഒഴുകുന്ന വെള്ളത്തിന്റെ രൂപത്തിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇതാ വരികയാണ് ടോം. നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? സ്വപ്നം എത്ര ഭയങ്കരമാണെങ്കിൽ യാഥാർത്ഥ്യം എന്തായിരിക്കും? നമ്മൾ വേഗം ചെന്ന് സ്റ്റോം വരുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. സ്റ്റോം ഇത്ര പെട്ടെന്ന് എത്തിയോ? ഓടിക്കോ. അയ്യോ, ഈ ശബ്ദം എന്റെ വയറ്റിന്ന് വരുന്നതാണ്. രാവിലെ തൊട്ട് കാലിയല്ലേ, അതുകൊണ്ടാ. രാവിലെ മുതൽ വയറും കാലിയാ, ജനിച്ചപ്പോ മുതൽ തലയും കാലിയാ. നിന്റെ കയ്യിൽ നിറഞ്ഞിരിക്കുന്നത് വല്ലതുകൊണ്ടോ? ഞങ്ങൾ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. പറയൂ ചേച്ചി. നിനക്ക് എന്നെ കണ്ടിട്ട് ചേച്ചിയായിട്ടാണോ തോന്നുന്നേ? ഇല്ല, ചേച്ചിയെന്ന് ഞാൻ എന്റെ വേറെ ഫോണിലെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞതാണ്. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എങ്കിൽ പറയാം അമ്മൂമ്മേ. എന്നെ അമ്മൂമ്മേന്ന് വിളിച്ച് കളിയാക്കുന്നോടി. ഓ സോറി, അത് കൊക്കായിരുന്നോ? ഞാൻ കരുതി ലിപ്സ്റ്റിക് ഇട്ടതാണെന്ന്. നഗരത്തിൽ സ്റ്റോം വരാൻ പോവുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദാ നോക്കൂ, ആദ്യം നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കൂ. തല തിരിഞ്ഞു നിക്ക്. സൂക്ഷിക്കണം, വെള്ളം ഒരിക്കലും താഴെ വീഴാൻ പാടില്ല. ഇനി അതുകൊണ്ട് ഫ്ലഷിൽ ഒഴിക്ക്. ഇനി ഇതിങ്ങനെ കുലുക്കി 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 വൃത്തിയാക്ക്. ഇതിങ്ങനെ ചെയ്താൽ ചേച്ചിയുടെ ഭർത്താവ് ഒരുപാട് സന്തോഷിക്കും ചേച്ചി. ഇവിടെ സ്റ്റോം വരാൻ പോവാ. അപ്പോഴാ നിങ്ങൾക്ക് ഒരു ചേട്ടനും ചേച്ചിയും.
അല്ല ഇതൊക്കെ എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ എന്റെ ചേച്ചിയോട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കേ. പ്രോബ്ലത്തുള്ള സൊല്യൂഷൻ എന്താന്ന് വേഗം പറയേ. ഒന്ന് ഹോൾഡ് ചെയ്യൂ ചേച്ചി. ആദ്യം നിങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഒട്ടിച്ചു വെക്കണം. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പൊ പിന്നെ ഒരു സാധനങ്ങൾ താഴെ വീഴില്ല. എന്റെ ടിവി, ഫ്രിഡ്ജ് എല്ലാം താഴെ വീണേക്കാം. കൊടുങ്കാറ്റിലൂടെ ഈ ഭൂമി രണ്ടേ പിളർന്നേക്കാം. എന്ത് പറ്റി മോനെ പണി? എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? സ്റ്റോം വരാൻ പോകുന്നു, അതാണ് കാര്യം. ഞങ്ങൾ വീടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഓയ് 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 ഓയ്, എന്നാ പിന്നെ ഞാനും എന്റെ വീടിനെ പ്രൊട്ടക്ട് ചെയ്തേക്കാം. അതിന് നീ വല കെട്ടില്ല ജീവിക്കുന്നത്. നിനക്ക് വല പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അഥവാ ഭൂകമ്പം വന്നാലും നിന്റെ വീടൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. മിണ്ടാതിരടാ മരക്കഴുതേ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. വീട്ടിൽ എന്തെങ്കിലും പഴയ തുണികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നൊന്നായി നശിപ്പിച്ചു കളയണം. ദാ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അയ്യോ, നിങ്ങൾ എന്തിനാ ഈ തുണികളെല്ലാം കീറി കളഞ്ഞത്? ഞാനിതെല്ലാം എന്റെ ചേച്ചിയോട് പറഞ്ഞതാ. ഇങ്ങനെ ചെയ്താൽ ചേട്ടൻ ചേച്ചിക്ക് പുതിയ പുതിയ തുണികൾ വാങ്ങിക്കൊടുക്കും. എന്റെ അമ്മോ, വല്ലാത്ത കൺഫ്യൂഷൻ തന്നെ. ഇനി ഇപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളോട് മാത്രമായിട്ട് സംസാരിച്ചൂടെ? ആ ശരി, ചേച്ചി ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഈ സ്റ്റോം കാരണം ഡാം ചിലപ്പോ പൊട്ടിയേക്കാം. അതിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അയ്യോ, വെള്ളപ്പൊക്കം വന്നേ, ഓടിക്കോ. സ്റ്റോം എത്തിപ്പോയി കൂട്ടുകാരെ. സുഖാണോ കൂട്ടുകാരെ? ഭൂമി കുലുങ്ങി കുലുങ്ങി അപ്പുറത്തെ വീട്ടിലിരുന്ന കിറ്റിതാ ഇപ്പുറത്തെത്തി. എന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ, ഹൃദയം ഇവിടെയല്ല, ഇവിടെ ഉള്ളത് ഹണി. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാ ഹൃദയം ചിലപ്പോൾ താഴെ വീണ് പൊട്ടും. ടോം വളരെയധികം അപകടകാരിയാണ് കിറ്റി. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോം അല്ല, പുറത്തേക്ക് വാ. നിങ്ങളുടെ വീട് സ്റ്റോം കാരണമല്ല. ഇത്രയും ആനകൾ ഇങ്ങനെ വരി വരിയായി നടന്നു പോകുന്നോണ്ടാ കുലുങ്ങിയത്. നിങ്ങൾ ചുമ്മാ പേടിച്ചതാണ്. ഞാൻ പേടിച്ചില്ല കിറ്റി, ഞാനിങ്ങനെ കുലുങ്ങി കുലുങ്ങി ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോറി, അതായത് എക്സസൈസ് ചെയ്യായിരുന്നു എന്നാ പറഞ്ഞു തന്നെ. ശരി, സമ്മതിച്ചു. ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. സന്തോഷമായോ ഇപ്പോ? സത്യം പറഞ്ഞാ ഇന്ന് ശരിക്കും സ്റ്റോം വരുന്നുണ്ട്. ടിവി, ഇന്റർനെറ്റ്, റേഡിയോ എല്ലാത്തിലും അതിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. ജനങ്ങളെല്ലാം അത് കേട്ട് എക്സൈറ്റഡ് ആണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. സ്റ്റോമിനെ കുറിച്ച് പറഞ്ഞ എല്ലാ ജനങ്ങളെയും പരിഭ്രാന്തരാക്കി. എന്നിട്ട് പേടിക്കുന്നതിന് പകരം